ഞങ്ങൾ 102ലേക്ക് വളരുകയും മറ്റു ചിലർ 30-ന് താഴുകയാണ് ചെയ്തത്. അത് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ്. ആ പ്രശ്നം ആദ്യത്തെ 10 ദിവസം തന്നെ നിങ്ങൾക്ക് അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഇല്ലാതെ പോകുന്ന എവിടെ നിന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങ് തുടരും, ഇനി ഞാൻ ഇടപെടില്ല. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ 102ലേക്ക് എത്തി എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് എത്തുകയില്ല. 5000-ൽ താഴെ വോട്ടിന് ജയിച്ചത് 3 MLA മാർ മാത്രമാണ്. 5000-നും 10,000-നും ഇടയിൽ 12 പേർ, ബാക്കിയെല്ലാം 10,000-ന് മുകളിലാണ്. എന്നാൽ KN ബാലഗോപാൽ എന്ന് പറയുന്ന ഇവരുടെ പിണറായി അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ പ്രതിപക്ഷ നേതാവായി പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവ് പോലും 1000 വോട്ടിന് കടന്നുകൂടുകയാണ് ചെയ്തത്. അതായത് ആ 30കളിലേക്ക് എത്തിയവർ പോലും ഏന്തി വലിഞ്ഞ് ഉന്തിത്തള്ളിയാണ് അവിടെ എത്തിയത് എന്നത് മറക്കണ്ട. ചരിത്രത്തിൽ CPM, കേരള ചരിത്രത്തിൽ CPM ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഏറ്റവും നിർണായകമായ, ഏറ്റവും ഗുരുതരമായ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. നോക്കൂ, T20 ഒരു ക്യാപ്റ്റൻ നയിക്കുന്നു, അത് തോറ്റമ്പി, ഒരു റൺസ് പോലും എടുക്കാൻ പറ്റിയില്ല. പിന്നീട് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരിക്കുന്ന അതേ ക്യാപ്റ്റൻ, ആ ക്യാപ്റ്റൻ്റെ ഇതിലും തോറ്റു. ലാസ്റ്റ് പിന്നീട് ലോകകപ്പ് നയിക്കാൻ പോകുമ്പോഴും ഇതേ ക്യാപ്റ്റൻ തന്നെ മതി എന്ന് പറയുന്നത് എന്ത് രീതിയാണ് എന്നുള്ളത് അവർ തന്നെ തീരുമാനിച്ചാൽ മതി. അതിനെതിരായി ആ പാർട്ടിക്കുള്ളിൽ വിവിധ ജില്ലാ കമ്മിറ്റികൾ ഇന്നും ഇന്നലെയുമായി എതിരഭിപ്രായം പറയുന്നുണ്ട്. എന്തിനേറെ മുക്കിയും മുരളിയും സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ആ എതിരഭിപ്രായം വന്നു എന്നാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. CPI വളരെ കൃത്യമായി പറഞ്ഞു പിണറായി വിജയൻ്റെ ലീഡർഷിപ്പ് അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് തോറ്റു എന്നതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വിശദീകരണം CPM-ന് ഇതാ ഈ സമയം വരെ മുമ്പോട്ട് വെക്കാനോ പറയാനോ പറ്റിയിട്ടുണ്ടോ? അതിനെ നയിച്ച ക്യാപ്റ്റൻ ഇന്ന കാരണത്താലാണ് ഞങ്ങൾ തോറ്റുപോയത്, ഞങ്ങളുടെ ടീം തോക്കാൻ കാരണം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിനൊരു കാരണമുള്ളൂ, അത് ആ ക്യാപ്റ്റന്റെയും ആ ക്യാപ്റ്റൻ നയിച്ച മുന്നണിയുടെയും ശൈലിയുടെ പ്രശ്നമാണ്. ആ ശൈലി മാറ്റമാണ് UDF കൊണ്ടുവരാനാണല്ലോ അവസാനം ഫൈനലിൽ വന്നപ്പോൾ 2 ക്യാപ്റ്റന്മാർക്ക് പകരം 3 ക്യാപ്റ്റന്മാരുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ എല്ലാവർക്കും ബാധകമാണെന്നേ. ഇപ്പൊ കോൺഗ്രസിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് തോറ്റുപോയ ഒരു പാർട്ടിയെ കുറിച്ച് പറഞ്ഞ് നോർമലൈസ് ചെയ്യാ എന്ന് പറയുന്നതിൽ സ്വാഭാവികതയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ CPM കഴിഞ്ഞ 5 വർഷക്കാലവും ഏത് വിമർശനം ചൂണ്ടിക്കാണിച്ചപ്പോഴും തുടർഭരണമില്ലേ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ വിജയത്തിൽ അഭിരമിച്ചുകൊണ്ട് ആദ്യം മുതലേ ന്യായീകരണം തുടങ്ങുകയാണോ? ഇല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ മന്ത്രിസഭ ചർച്ച അല്ല, അതിൻ്റെ അകത്ത് വളരെ കൃത്യമായി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. മന്ത്രിസഭാ സ്ഥാനത്തേക്ക് ഒന്നിലേറെ പേർ കേപ്പബിൾ ആയിട്ടുള്ളവർ ഉണ്ടാകുമ്പോൾ ചർച്ചകൾ ഉണ്ടാകും. അവർക്ക് വേണ്ടി സംസാരിക്കാൻ നേതാക്കന്മാരുണ്ടാവും. അത് കോൺഗ്രസിൽ എല്ലാ കാലത്തുമുണ്ട്. ഞാൻ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കോൺഗ്രസ് എന്തെങ്കിലും 2 പേരെ പരിഗണിക്കാതെ ഒരു മുഖ്യമന്ത്രിയിലേക്ക് എത്തിയിട്ടുണ്ടോ? എല്ലാ കാലത്തും കോൺഗ്രസിന് അതർ ഓപ്ഷനുകൾ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്പോൾ KSU ഫോർ എക്സാമ്പിൾ, KSUവിൻ്റെ ഒരു യൂണിറ്റ് പ്രസിഡന്റിനെ തീരുമാനിക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് അവിടെ ഒന്നിലേറെ ഓപ്ഷനുകൾ ഉണ്ടാവും. കാരണം മിടുക്കന്മാരായവർ, പരിണതപ്രജ്ഞരായവർ, അവർ ഞങ്ങളുടെ ടീമിൽ ഒന്നിലേറെ പേർ അവിടെ ഉണ്ടാകും.